ഹലോ, അസ്സാം വലൈക്കും. 2026 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അനുമതി ലഭിച്ചവർക്കെല്ലാം ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനുമതി ലഭിച്ചവരെല്ലാം ഓഗസ്റ്റ് 20 മുമ്പായി 1,52,300 രൂപ ഹജ്ജ് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ അടക്കണം എന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ഇതിൽ 1,50,000 രൂപ ഹജ്ജിനുള്ള അഡ്വാൻസും ബാക്കി 2,300 രൂപ ചിലവുകളും പ്രോസസ്സിംഗ് ഫീസും ഒക്കെ ആയിരിക്കും. ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിലൂടെയോ സുവിധ ആപ്പിലൂടെയോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് ഇ പേയ്മെൻറ്റ് രീതിയിൽ പണം അടക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേക ഫോർമാറ്റിൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖകളിൽ പണം അടക്കാവുന്നതാണ്. ഓരോ കവർ നമ്പറിനും നൽകിയിരിക്കുന്ന ബാങ്ക് റഫറൻസ് നമ്പർ പണമടക്കുന്ന രശീതിയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പണം അടച്ച രശീതിയും മറ്റു അനുബന്ധ രേഖകളും ഓഗസ്റ്റ് 25 മുമ്പായി ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസുകളിൽ എത്തിക്കുകയോ ചെയ്യണം. ഇനി എന്തെല്ലാം രേഖകളാണ് ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം. ഹജ്ജ് അപേക്ഷാ ഫോമിൻ്റെയും ഡിക്ലറേഷൻ്റെയും സൈൻ ചെയ്ത കോപ്പി, ബാങ്കിൽ പണമടച്ചതിൻ്റെയോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെയോ രശീതി, കൂടാതെ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭിക്കുന്ന ഫോർമാറ്റ് അനുസരിച്ചുള്ള ഫോമിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഡോക്ടർ സൈൻ ചെയ്ത മെഡിക്കൽ സ്ക്രീനിംഗ് റിപ്പോർട്ടിൻ്റെ കോപ്പി. ഇത്രയും രേഖകൾ ഓഗസ്റ്റ് 25 ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യണം. ഹജ്ജ് മുൻകൂർ തുക അടക്കുന്നതിനും രേഖകൾ സമർപ്പിക്കുന്നതിനുമുള്ള അവസാന തീയതി പ്രത്യേകം ഓർക്കണം. ഇവ സമയത്ത് എത്തിയിട്ടില്ലെങ്കിൽ അവരുടെ അപേക്ഷ ക്യാൻസൽ ചെയ്യുന്നതാണ് എന്ന് ഹജ്ജ് കമ്മിറ്റി പ്രത്യേകം അറിയിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സമർപ്പിക്കുന്ന എല്ലാ രേഖകളുടെയും ഒരു സെറ്റ് കോപ്പിയെടുത്ത് കയ്യിൽ കരുതുന്നത് ഭാവിയിലെ ആവശ്യത്തിന് ഉപകാരപ്പെടും.